നമസ്കാരം. നമസ്കാരമുണ്ട്. ഇരിക്കാൻ കൊടുക്കടോ. ഇത്തിരി വിശേഷു സുഖനൈവേ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? എന്ത് വിശേഷം? ഞാൻ വന്നത് ഒന്നും പറയണ്ട. കൂടുതലായി ജാനകിയമ്മ ഒന്നും പറയാൻ കൊടുക്കണ്ട. നമ്മൾ ഗൗരിയെ അവന് കൊടുക്കില്ല. നമ്മുടെ തലയിൽ സ്കഡ് മിസൈൽ വന്ന് വീഴാൻ പോണെന്ന് പറഞ്ഞാലും ശരി, തിരുമൽ ദേവനാണ് സത്യം. നമ്മൾ ഗൗരിയെ അവന് കൊടുക്കില്ല. അങ്ങനെയല്ല പട്ടു, ഒന്നുകൂടെ ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുത്താ പോരെ? ജാനകിയമ്മയ്ക്ക് എന്താണ് നമുക്കില്ലാത്ത താല്പര്യം ഗൗരിയിൽ? എനിക്ക് ആകെ ഉണ്ടായിരുന്നവൻ എന്നെ വിട്ടിട്ട് പോയി. ഭട്ടിനും ഗൗരി മാത്രമല്ലേ ഉള്ളൂ. എന്താണോ ജാനകിയമ്മയെ പറയാൻ കൊടുക്കേണ്ടത്? ഗൗരി നമ്മുടെ മകളാണ്. അവളുടെ കാര്യം നമ്മൾ നോക്കിക്കോളാം. ഗൗരിയുടെ സന്തോഷല്ലേ ഭട്ടിന്റെ സന്തോഷം. തന്നെയല്ല, അവര് കൂടുതൽ അടുക്കുകയും ചെയ്തു. കണ്ട നല്ല ജോഡി. നമ്മൾ ജാനകിയമ്മോട് പറഞ്ഞോ അവരോട് അടുക്കാൻ കൊടുക്കാനായിട്ട്? നമ്മുടെ ലാസ്റ്റ് തീരുമാനമാണിത്. ജാനകിയമ്മയ്ക്ക് വേറെ എന്തെങ്കിലും പറയാൻ കൊടുക്കാനുണ്ടെങ്കിൽ പറഞ്ഞിട്ട് പോടോ. ഭട്ടിനെ തലയ്ക്ക് വട്ട. രണ്ടും ഒന്ന് തന്നെയാണ്. ബട്ടും ഒന്ന് തന്നെയാണോ? കാലത്തു തന്നെ തല പിടിക്കാൻ വന്നിരിക്കാണോ പണ്ടാരടുക്കാൻ? ഞാനേ അവിടെ കല്യാണം നടത്തി കൊടുക്കും, നോക്കിക്കോ. അത് കൊല്ലം. ആർക്കാണ്? മുട്ടയാണോ ഇത്? പണ്ടാറ്. ചോറ് തിന്നാൻ വാ. എനിക്ക് ചോറ് വേണ്ട, വിശപ്പില്ലപ്പ. നീ കരയണതിന്റെ കാര്യം നമ്മൾക്ക് മനസ്സിലാക്കാൻ കൊടുക്കുന്നുണ്ട്. അവനെ നീ മറന്നു കളഞ്ഞേക്കൂ. അവനേക്കാൾ നല്ല സുന്ദരനായ ചെറുക്കനെ അപ്പ മോൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കാം. തിരുമൽ ദേവനാണ് സത്യം. അപ്പനാണ് പറയണത്. മോള് വാ. എനിക്കൊന്നും വേണ്ട. അഗോ ധുവോ ഹങ്കയോ ധരായോ ഗോ ധരായോ. പിടിച്ചോ. ഇനിയുള്ള മുറുക്കി അടിക്കണം. ശരി. ഹലോ തന്നെ പ്ലീസ് പ്ലീസ്. എന്നല്ല അവിടെ താനാണോ ഞങ്ങളെ തല്ലാൻ ആളെ അയച്ചത്? തിരുമൽ ദേവനാണ് സത്യം. നമ്മൾ ആർക്കും തല്ലാൻ കൊടുത്തിട്ടില്ല. ഓഹോ, കൊടുത്തിട്ടില്ലല്ലേ? നമ്മൾ ആർക്കും തല്ലാൻ കൊടുത്തിട്ടില്ലേ? ശരി. സരി സരി. തിരുമൽ ദേവ, നമ്മുടെ താറായിരുന്നല്ലോ.
ഇതെന്താണ് ഇവിടെ മതിൽ പൊക്കി നോക്കാൻ പറ്റില്ല പട്ടാറ. ഏതാണ് വഴി? അതിലേ പോകാം. അതിലേ പോയിട്ടില്ലെങ്കിൽ ഇതിലേ പോകാം. അതിലേ പോകാം. ഏതിലെങ്കിലും പോകാം പട്ടാറം. ഭഗവാനേ, അയ്യോ പോലീസ് വരുന്നുണ്ട്. ദൈവമേ, പോലീസിന്റെ കയ്യിൽ നമ്മളെ കിട്ടിക്കഴിഞ്ഞാൽ അവർ പിളിഞ്ഞ മാംഗോ ജ്യൂസ് എടുക്കും. പാമ്പ്! അയ്യോ, ആരാണ്ടി ഓസ് കൊണ്ടെന്ന് വഴിയിട്ട് ആളെ പഠിപ്പിക്കാൻ പറ്റിയിരിക്കുന്നത്. നിന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞില്ലേ ഗൗരി. ഗൗരി മോളെ, അപ്പനാണ് വാതിൽ തുറക്കുന്നേ, പോലീസ് വരുന്നുണ്ട്. ഇവളവിടെ പോയി കിടക്കാണ്. കാലത്തു തന്നെ അവൾ പതിൽ പൊക്കി നോക്കി സ്നേഹം കൊടുക്കാൻ പോയിരിക്കണം. നമ്മളാണ് അപ്പനാണ്. കല്യാണി, ഇവരൊക്കെ എവിടെ പോയിരിക്കണം. വാതിൽ തുറക്കുക. പൊന്ന് സാറേ, നമ്മളെ തലല്ലേ, തലേ സത്ത് പോകും. നമ്മളെ ഒരു കിഡ്നി പോയിരിക്കണം. അതാണ്. അയ്യോ, നമ്മൾ നടന്ന് പറയെടുക്കോ. എന്നെ അവിടെ കേട്ടില്ലേ? എനിക്ക് ഡ്രൈവിംഗ് ചെയ്യാൻ പാടില്ലല്ലോ. എന്നെ പിന്നിൽ കയറ്റിയാൽ മതി. പതുക്കെ വിട്ടേ മുറുക്കി പിടിക്കോ. താഴെ വീണാ മത്തങ്ങ വീണാ മതി, തട്ടി പൊട്ടി പോകും. കുഞ്ഞെ, എന്താ കല്യാണമേ? അച്ഛനെ പോലീസ് പിടിച്ചോണ്ട് പോയി. എന്ന മകളെ, അപ്പോഴേ പോലീസ് അറസ്റ്റ് ചെയ്തോണ്ട് പോയി. ഞങ്ങളെ രക്ഷിക്കണം. ചേട്ടനെ കണ്ടില്ല. வேன்ல கூட்டி போனாங்களா, நடத்தி கொண்டு போனாங்களா? மாலில் கொண்டு போய். நடத்தி கூட்டி போயிருந்தா நடக்கிறதே வேறையா இருக்கும். அங்கிள் இருக்கும்போது நீ எதுக்கு பயப்படணும்? அங்கிள் മോളെ ഗൗരി, എന്തേ? അപ്പായെ പോലീസ് പിടിച്ചു. രാകേഷിനെ അന്വേഷിച്ചപ്പോ എവിടാന്ന് ഒരു വിവരവും ഇല്ല. മോൾക്ക് അറിയാതെ മോൾക്ക് ഞങ്ങളൊക്കെ ഇല്ലേ? നീ ഇങ്ങനെ കരഞ്ഞാലോ? അതല്ല വല്യമ്മേ, എന്റെ അപ്പ. എല്ലാം ശരിയാവും മോളെ. നിന്റെ അച്ഛന്റെ എല്ലാ വൃത്തികേടുകളും ഞങ്ങൾക്കറിയാം. എന്ന് വിചാരിച്ച് രാകേഷ് തന്നെ ഉപേക്ഷിക്കൊന്നുമില്ല. മോള് ധൈര്യമായിട്ടിരിക്കും. എല്ലാം ദൈവ നിശ്ചയം, അല്ലാതെ എന്ത് പറയാനാ. വാ, നമുക്ക് വീട്ടിലേക്ക് പോവാ. അയ്യോ, ഞാൻ